ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പഴയ കാലത്ത് നമ്മൾ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വെള്ളരിക്കയും ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും മുറിച്ചെടുക്കണം. അപ്പോൾ ചക്കക്കുരു വെള്ളരിക്കെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കിനി ഒരു തക്കാളിയും പകുതി സവാളയും ഒരു 5 ചുവന്നുള്ളിയും 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൻ്റെ വേവനുസരിച്ച് ഇത് വേവിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അധികം മഷി പോലെയൊന്നും ആവണ്ട, പച്ചക്കറിക്കായതുകൊണ്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് നമുക്ക് ലൂസാക്കി എടുക്കണം. ഇതൊന്ന് പാകത്തിന് തിളച്ച് പാകമായി വരട്ടെ. കറി റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തിട്ട് കൊടുക്കാം. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കക്കുരു വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ